ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 35 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന ആദ്യത്തെ ഭാഗം വേറിട്ട ഒരു ശൈലിയിലൂടെ യോഹന്നാൻ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിന് കാരണം ഒരുപക്ഷെ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് AD 100 അടുത്ത കാലങ്ങളിലാണ്. അതിനു മുമ്പ് തന്നെ 3 സുവിശേഷങ്ങളും രചിക്കപ്പെട്ടിരുന്നു. AD 60 മുതലുള്ള കാലഘട്ടങ്ങളിൽ മറ്റ് സുവിശേഷങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട്. 100 ആയപ്പം 30 വർഷത്തോളം അല്ലെങ്കിൽ 40 വർഷത്തോളം ഈ 3 സുവിശേഷങ്ങളും സമാന്തര സുവിശേഷങ്ങൾ ലോകത്തിൽ അല്ലെങ്കിൽ രചന ഗ്രന്ഥമായിട്ടെങ്കിലും വരമൊഴിയായിട്ടെങ്കിലും നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുക. അപ്പോൾ തീർച്ചയായിട്ടും 3 സുവിശേഷങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുമ്പോൾ അതിന് ആവർത്തന വിരസതയുണ്ടാക്കാൻ അത് മറ്റൊരു കണ്ണുകൊണ്ട് മറ്റൊരു ദൃഷ്ടി കൊണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന യോഹന്നാനെയാണ് നമ്മൾ കാണുക. മറ്റു സുവിശേഷങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഏറെയും യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് സമാന്തര സുവിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേറിട്ട ഒരു ശൈലിയിലാണ് യോഹന്നാൻ അവതരിപ്പിക്കുക. ഈശോ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ യോഹന്നാൻ സൂചിപ്പിക്കുന്ന 2 ശിഷ്യന്മാർ അല്ലെങ്കിൽ 4 ശിഷ്യന്മാർ ഈശോയുടെ മുന്നോടിയായിട്ട് കടന്നു വന്ന സ്നാപകൻ്റെ ശിഷ്യന്മാരായി. പത്രോസും യാക്കോബും അന്ത്രയോസും യോഹന്നാനുമൊക്കെ അവർ ഈശോയുടെ പിന്നാലെ വരാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാകുന്നൊരു സാഹചര്യം നമുക്കറിയാം. അവർ ഈശോ കടന്നു പോകുമ്പോൾ യോഹന്നാൻ പറയുന്നൊരു വാക്കാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, ഞാൻ വഴിയൊരുക്കാൻ വന്നവനാണ്. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് വിളിച്ചു പറയാൻ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ. അവനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നൊരു വിദൂഷകൻ. അവനെ രംഗത്തെത്തി രംഗപടം മുഴുവൻ അവന് കൊടുത്തിട്ട് വേദി വിട്ടൊഴിയുന്ന ഒരു സാത്വികനായ വ്യക്തിയാണ്, വിദൂഷകനാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ തൻ്റെ വിടവാങ്ങലിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളിലാണ് ക്രിസ്തു എന്ന് പറയുന്ന യഥാർത്ഥ ഗുരുവിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവനാണ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് ബലിയർപ്പകനായും ബലിവസ്തുവായും തീരുന്ന ക്രിസ്തുവിനെ ഒരു പ്രവചന സ്വഭാവത്തോടു കൂടി തന്നെ സ്നാപകൻ അവതരിപ്പിക്കുകയാണ്. യോങ്കിപുരം എന്ന തിരുനാൾ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ട്. യഹൂദരുടെ ഇടയിൽ 1 വയസ്സുള്ള ഊനമറ്റ ഒരു കുഞ്ഞാടിനെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും കൂടെ ചേർത്ത് പിടിച്ച് നിർത്തും. എന്നിട്ട് അതിൻ്റെ ശിരസിലേക്ക് തങ്ങളുടെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ യോങ്കിപുരം തിരുനാളായതുകൊണ്ട് തന്നെ ആ കഴിഞ്ഞ തിരുനാളിന് ശേഷമുള്ള എല്ലാ പാപങ്ങളും അവർ ഈ കുഞ്ഞാടിന് മേൽ ആരോപിക്കും. എന്നിട്ട് ഈ കുഞ്ഞാടിനെ മെല്ലെ കയറഴിച്ച് കെട്ടഴിച്ച് മരുഭൂമിയിലേക്ക് തുറന്നു വിടും. അത് തിരിച്ചു വരില്ല. ആ പോകുന്ന വഴിയിൽ ചിലപ്പോൾ വന്യമൃഗങ്ങൾ, ചെന്നായോ മറ്റുമൊക്കെ അതിനെ കടിച്ചു കയറിക്കൊല്ലും, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാടും. എന്ത് സംഭവിച്ചാലും ഇസ്രായേൽക്കാർ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, തങ്ങളുടെ പാപങ്ങളെല്ലാം ദൈവം ഏറ്റെടുത്തു ഈ കുഞ്ഞാടിൻ്റെ മരണത്തോടെ. അങ്ങനെ ലോകത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുക്കാനുള്ള കുഞ്ഞാടാണ് ഈ കടന്നു വരുന്ന ക്രിസ്തു എന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ അവർ യോഹന്നാനെ വിട്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണമെന്ന് തന്നെയാണ് യോഹന്നാൻ ഉദ്ദേശിച്ചത് എന്നത് വളരെ വ്യക്തമാണല്ലോ. ആ ശിഷ്യന്മാർ ഈശോയുടെ പിന്നാലെ പോകുന്ന വഴിയിൽ ഈശോയോട് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവ് അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഈശോ പറഞ്ഞു, വന്ന് കാണുക. ഈ ശിഷ്യന്മാർ ഈശോയുടെ കൂടെ പോയി ഈശോ താമസിച്ചിരുന്ന സ്ഥലം കണ്ടു. അവർക്ക് മനസ്സിലായി തങ്ങളായിരിക്കുന്നത്, തങ്ങൾ അനുധാവനം ചെയ്തിരിക്കുന്നത്, തങ്ങൾ അനുഗമിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തുവിനെയാണ്.
പുളിങ്കൊമ്പിലാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. അവൻ്റെ ശിഷ്യത്വം ഏറ്റെടുക്കാനാണ് സ്നാപകൻ ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരുന്നത് എന്ന തിരിച്ചറിവോടെ ഈശോയുടെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്ന ആ ശിഷ്യർ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പിടിച്ചിരിക്കുന്നത് പുളിങ്കൊമ്പിൽ തന്നെയാണെന്ന് ഉറപ്പിക്കുക. നമ്മുടെ വിശ്വാസം നിരർത്ഥകമാകില്ലെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല. വിശ്വാസത്തിന് ആഴവും പരപ്പും വർദ്ധിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ലോകത്തിൽ നിരന്തരം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് തീരാൻ, ക്രിസ്തു കാലങ്ങളോളം യുഗന്ധത്തിൻ്റെ അന്ത്യം വരെ പ്രഘോഷിക്കപ്പെടാൻ, ഇനി അവനെ കേട്ടിട്ടില്ലാത്ത അനേകർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുന്നവരായി മാറാൻ വലിയ നിയോഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുമലിൽ സഭ വെച്ച് തരിക. നമുക്ക് ചുറ്റുമുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ, ക്രിസ്തു എന്നിലൂടെ നിങ്ങളിലൂടെയും ജീവിക്കുന്ന യാഥാർത്ഥ്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ പേരിനും നമ്മുടെ സംസ്കാരത്തിനുമെല്ലാം അതീതമായിട്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുന്ന ഉപകരണങ്ങളായി മാറാൻ നമുക്ക് ഓരോരുത്തരും ആഗ്രഹിക്കാം. ഈ ക്രിസ്തു ശിഷ്യന്മാരോടും പോലെ തന്നെ അറിഞ്ഞ് ബോധ്യപ്പെട്ട് അവനെ അനുധാവനം ചെയ്യാം. കണ്ണടച്ചിറങ്ങി പോരുകയല്ല, ചെന്ന് ചോദിക്കുകയാണ്, എവിടാ താമസിക്കണേ? കൂടെ പോയി 2 ദിവസം താമസിച്ചുറപ്പിച്ചു, ഇതാണ് ഞങ്ങൾ തിരക്കേണ്ടിയിരുന്ന വഴി. ആ ബോധ്യത്തിൻ്റെയും ആ തെരഞ്ഞെടുപ്പത്തിൻ്റെയും കാലവിളംബത്തിൻ്റെയും ഒക്കെ മേഖലകൾ നമ്മുടെ മുമ്പിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നതിൽ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.